ഇന്ത്യ തിരയുന്ന ഭീകരൻ സൈഫുള്ള കസൂരി പറയുകയാണ് പാകിസ്ഥാനെ കത്തിക്കുമെന്ന്. സാന്ത സാർ, ഇപ്പോൾ പെട്ടെന്ന് ഈ സൈഫുള്ള കസ്തൂരിക്ക് സ്വന്തം രാജ്യയെ പാകിസ്ഥാനെ കത്തിക്കണമെന്ന് തോന്നാൻ? അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ സൈഫുള്ള കസൂരി ഒരു ഫ്രാങ്കൻസ്റ്റൈൻസ് മോൺസ്റ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ്. അറിയോ ഫ്രാങ്കൻസ്റ്റൈൻസ് മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രമാണ്. അല്ലല്ല, ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സൃഷ്ടിച്ച ഒരു ഭീകര രൂപിയാണ്. അയാളുടെ സ്വന്തം ആവശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഒരു ഭീകര രൂപിയെ സൃഷ്ടിക്കുന്നു, ഒരു മോൺസ്റ്ററിനെ. ആ മോൺസ്റ്റർ തന്നെ അവസാനം ഫ്രാങ്കൻസ്റ്റൈനെ കൊല്ലാനായിട്ട് വരുന്നു. ആ സ്ഥിതിയാണ് പാകിസ്ഥാൻ ഇപ്പം നേരിടുന്നത്. അതാണ് പാകിസ്ഥാനെ പറ്റി പറയുന്നത്, ഫ്രാങ്കൻസ്റ്റൈൻസ് മോൺസ്റ്ററിനെ സൃഷ്ടിച്ചു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ പറയാറുണ്ട്, ഇന്ദിരാഗാന്ധി ഖാലിസ്ഥാൻ എന്ന് പറയുന്ന, ഖാലിസ്ഥാനികൾ എന്ന് പറയുന്ന ഫ്രാങ്കൻസ്റ്റൈൻസ് മോൺസ്റ്ററിനെ സൃഷ്ടിച്ചു. എന്താണ്, ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല എന്ന് പറയുന്ന ഒരു പാവം സിഖ് പുരോഹിതനായിരുന്നു. അയാളോട് പറഞ്ഞു ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യമുണ്ടാക്കി തന്നെ രാജ്യത്തിൻ്റെ തലവനാക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ടാണ് അയാളെ കൊണ്ട് ഇത്രയും പോകിരിതരം കാണിച്ചത്. അവസാനം ഇന്ദിരാഗാന്ധിനെ അയാളുടെ ആൾക്കാർ എന്നെ കൊന്നു. അതൊന്ന്. വേറൊന്ന്, ഈ ശ്രീലങ്ക എൽ ടി ടിക്കാർ, തമിഴ് പുലികൾ രാജീവ് ഗാന്ധിയുടെ ഫ്രാങ്കൻസ്റ്റൈൻസ് മോൺസ്റ്ററായി ശ്രീലങ്കനെ നശിപ്പിക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി ചെലവും കൊടുത്തിട്ടാണ് എൽ ടി ടിക്കാരെ ഉണ്ടാക്കിയത്. ആയുധവും കാശും എല്ലാം കൊടുത്തു കഴിഞ്ഞ് അവസാനം അതേ എൽ ടി ടിക്കാർ എന്നെ രാജീവ് ഗാന്ധിനെ കൊന്നു. അപ്പം ഇങ്ങനെയുള്ള ഇതിനെയാണ് ഫ്രാങ്കൻസ്റ്റൈൻസ് മോൺസ്റ്റർ എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പോൾ ഇയാൾ ലഷ്കർ എ തെയ്ബയുടെ ഡെപ്യൂട്ടി ലീഡറാണ്, ഈ സൈഫുള്ള കസൂരി. ഇപ്പം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, കുറച്ച് ദിവസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു എല്ലാ ഇസ്ലാമിക് രാജ്യങ്ങളും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ചേർന്ന് ഇസ്രായേലിനെ അംഗീകരിക്കണം. മനസ്സിലായില്ലേ? ഇസ്രായേലിനെ അംഗീകരിക്കുന്നതിൻ്റെ ആദ്യ പടിയായിട്ട് എബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അത് സെപ്റ്റംബർ 15, 2020 ട്രംപിൻ്റെ ആദ്യത്തെ പീരീഡിൽ പ്രസിഡൻസിയിൽ ഈ 4-5 രാജ്യങ്ങൾ ചേർന്ന് ഒപ്പിട്ടതാണ്. പരസ്പരം അറ്റാക്ക് ചെയ്യില്ല, സമാധാനത്തോടുകൂടി മുമ്പോട്ട് പോകും, സഹകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇസ്രായേലും ഐക്യ അറബ് എമിറേറ്റ്സും പിന്നെ ബഹ്റൈനും അതുപോലെ മൊറോക്കോ, പിന്നെ സുഡാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഒപ്പിട്ടത്. ബാക്കി രാജ്യങ്ങളൊന്നും ഒപ്പിട്ടില്ല. പക്ഷെ അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒപ്പിടണം. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒപ്പിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്നേ വരെ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ്റെ പ്രഖ്യാപിത വിദേശ നയമാണ്. കാരണം മറ്റ് മുസ്ലിം രാജ്യങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടേ പാകിസ്ഥാൻ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇവരിപ്പോൾ ഈ കസൂരി പറയുന്നത് ഇസ്രായേലിനെ അംഗീകരിച്ചാൽ അന്ന് തട്ടും പാകിസ്ഥാനിലെ ഭരണാധികാരികൾ, ഒരൊറ്റെണ്ണം പോലെ അവശേഷിക്കില്ല, എല്ലാത്തിനെയും കൊല്ലും എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, പാകിസ്ഥാനിലെ അംഗീകൃത വിദേശകാര്യ നയത്തിൽ വെള്ളം ചേർക്കാൻ ശ്രമിച്ചാൽ അപ്പോഴും തട്ടും. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് പാകിസ്ഥാൻ ചെലവും കൊടുത്ത് വളർത്തിയ ലഷ്കർ എ തയ്യബ, അതിന് ഇന്ത്യനെ നശിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടുവന്ന സംഘടനകളാണ് ജയ്ഷെ മുഹമ്മദും ലഷ്കർ എ തയ്യബയും അതേപോലെ ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ. അവരൊക്കെ പാകിസ്ഥാനെ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കസൂരിയുടെ ഈ ഭീഷണി. അതും മറ്റേ ബക്രീദുമായിട്ട് ബന്ധപ്പെട്ട പ്രയർ മീറ്റിങ്ങിൽ, പരസ്യമായിട്ടൊരു മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ലഷ്കർ എ തയ്യബയ്ക്ക് പാകിസ്ഥാനിലുള്ള സ്വാധീനം എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് പാകിസ്ഥാനി പ്രധാനമന്ത്രിയോ അതുപോലെ പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷലിനോ മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും കസൂരിയുടെ അനുമതി വേണം. അതാണ് ഇപ്പോൾ അവരൊക്കെ ഇയാളുടെ ഒരു തടവുകാരനാണ്. കാര്യം എൽ ഇ ടിയുടെ ആൾക്കാരും പിന്നെ JM-ൻ്റെ ആൾക്കാരൊക്കെ പരസ്പരം അവിടെ ഇവിടെയൊക്കെ വെച്ച് വെടിവെച്ച് കൊല്ലണ്ട, അജ്ഞാതനാൽ വെടിവെച്ച് മരിച്ചു ചത്തുവെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം ഈ ഇസ്ലാമിക് തീവ്രവാദികളുടെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ഈ കേരളത്തിലെ രാഷ്ട്രീയം അതുപോലെയാണല്ലോ. കോൺഗ്രസ് രാഷ്ട്രീയവും ഇസ്ലാമിക് തീവ്രവാദികളുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു ഭരണമാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ വലിയ അത്ഭുതമൊന്നുമില്ല. അയാൾ പിന്നെ കേട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ വിഷമം തോന്നും. ഇങ്ങനെ ആയിപ്പോയല്ലോ, ഒരു ജനാധിപത്യം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ ഇങ്ങനെ ഒരു സ്ഥിതി വന്നുവല്ലോ എന്ന് ആവശ്യപ്പെടും. ഒരു രാഷ്ട്രതലവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമോ? ഒരു തീവ്രവാദി, ഒരു മൂന്നാംകിട തീവ്രവാദി രാഷ്ട്രതലവന്മാരോട് സംസാരിക്കേണ്ട രീതിയാണോ അത്?
അപ്പം അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അല്ല കാര്യം. സാർ, നമ്മൾ ഒരു ഓർമ്മയുണ്ടാവും സാറിന്, പാകിസ്ഥാനിലെ ഒരു ആർമി സ്കൂള്, ഉം. അവിടെ തീവ്രവാദി ആക്രമണം ഉണ്ടായി. ഉം. ആ ആർമി സ്കൂളിൽ അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥരുടെ മക്കളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഉം. അവർക്ക് നേരെ വെടിവെച്ചു, 10-20 പിള്ളേർ മരിച്ചു. അതെ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അയൽക്കാരനെ കൊല്ലാൻ വേണ്ടി പാമ്പിൻ കുഞ്ഞുങ്ങളെ വീട്ടിൽ വളർത്തിയവരാണ് പാകിസ്ഥാൻ. ഉം. അയൽക്കാരനെ കൊത്തിക്കൊല്ലണം, അവൻ്റെ കുഞ്ഞുങ്ങളെ അവനെയും കൊത്തിക്കൊല്ലാൻ വേണ്ടിയിട്ട് കുറേ പാമ്പിൻ കുഞ്ഞുങ്ങളെ വളർത്തി അതിർത്തിയിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നിട്ട് ആ വേലി കടത്തി അങ്ങോട്ട് വിട്ടു. പക്ഷേ ഇതുങ്ങൾ തിരിഞ്ഞു വന്ന് സ്വന്തം മക്കളെ കുത്തി കൊന്നപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത്, ഈ പാകിസ്ഥാൻ മനസ്സിലായത് ഇത് പ്രശ്നമാണ് എന്നുള്ളത്. അന്ന് പാകിസ്ഥാൻ ആർമിയുടെ കുറേ ആൾക്കാർ പറഞ്ഞു വന്ന് ഇനി ഈ പ്രോക്സികളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിർത്തണം എന്ന് പറഞ്ഞു അത്രേ. പക്ഷേ അത് അന്നവർ പഠിച്ചില്ല, എന്നിട്ടും മതിയാക്കിയില്ല. ഇന്നും അത് തുടരുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സൈഫുള്ള കസൂരി. അതെ. പിന്നെ അത് ഈ ഇവരൊക്കെ ഉത്ഭവം എങ്ങനെയാണെന്ന് അറിയില്ലേ. 1978 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അപ്പോൾ അവിടെ ഓരോ രാഷ്ട്രതലവന്മാരെ അപ്പോയിൻ്റ് ചെയ്യും, പ്രസിഡൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യും. 2 ദിവസം കഴിഞ്ഞ് അവരെ ആവശ്യമില്ലാന്നുണ്ട് അവരെ കൊന്നുകളയും. അപ്പോൾ അങ്ങനെ വന്ന് അഫ്ഗാനിസ്ഥാൻ കംപ്ലീറ്റ് സോവിയറ്റ് യൂണിയൻ്റെ നിയന്ത്രണത്തിലായി. അങ്ങനെ വന്നപ്പോൾ അമേരിക്കയ്ക്ക് ഈ സോവിയറ്റ് യൂണിയൻ്റെ പ്രോഗ്രസ് ചെറുക്കാൻ വേണ്ടിയിട്ട് ഒരു 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 ചെക്ക് നമ്മൾ ചതുരംഗത്തിൽ പറയല്ലേ, ഒരു ചെക്ക് ഏർപ്പെടുത്തേണ്ടി വന്നു. അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, പാകിസ്ഥാനെ കരുവാക്കി. പാകിസ്ഥാനോട് പറഞ്ഞ് അവർ വിവിധ തീവ്രവാദ സംഘടനകളെ, ഭീകര സംഘടനകളെ രൂപീകരിച്ചു. താലിബാന് മുമ്പ് ഈ എന്താണ് ഹർക്കത്തുൽ മുജാഹിദീൻ, ദെൻ പിന്നെ ലഷ്കർ ഇ തയ്യബ, ദെൻ ജയ്ഷെ മുഹമ്മദ്. ഈ പാകിസ്ഥാൻ്റെ ഈ സ്റ്റാൻഡിങ് ആർമി ഉണ്ടല്ലോ, അവരുടെ റെഗുലർ സോൾജേഴ്സിനെയാണ് ഈ പറയുന്ന താലിബാനായിട്ട് അങ്ങോട്ട് വിട്ടത് പാകിസ്ഥാൻ. അതെ, അത് താലിബാൻ പിന്നീടാണ് ഉടനെ അന്ന് അമേരിക്ക ഉയർത്തിയ മുദ്രാവാക്യം സാറിന് ഓർമ്മ കാണും, ഇസ്ലാം ഇൻ ഡേഞ്ചർ. അതെ, അതും പറഞ്ഞിട്ട് ഇപ്പൊ അത് നേരെ തിരിഞ്ഞ US ഇൻ ഡേഞ്ചർ ആയിരിക്കാണ് ഇപ്പൊ. ഇസ്ലാം ഈസ് ഡേഞ്ചർ എന്നായി. അപ്പോ ഇത് ഈ ഭീകര സംഘടനകൾക്കൊക്കെ ആയുധം കൊടുത്തു. ആയുധം കൊടുത്തു എന്ന് പറഞ്ഞാൽ റോക്കറ്റ് ലോഞ്ചേഴ്സ് കൊടുത്തു, മിസൈൽ ലോഞ്ചേഴ്സ് കൊടുത്തു, ആന്റി എയർക്രാഫ്റ്റ് ഗൺ കൊടുത്തു, അത്യന്താധുനിക തോക്കുകൾ കൊടുത്തു. പിന്നെ അതുകൂടാണ്ട് ഇവർ സോവിയറ്റ് യൂണിയനിൽ അവൻ്റെ പട്ടാളത്തിൽ നിന്നും പിടിച്ചെടുത്ത തോക്കുകളുണ്ട്. അപ്പോൾ ഇത് സോവിയറ്റ് യൂണിയനെ പറ്റിയൊരു വലിയ മണ്ടത്തരം. അവർ അഫ്ഗാൻ വിൻ്ററിനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അഫ്ഗാൻ വിൻ്ററിൻ്റെ ശക്തി എന്താണെന്ന് അവർക്ക് കണക്ക് കൂട്ടുന്നതിൽ തെറ്റിപ്പോയി. ഭയങ്കര തണുപ്പാണ് ആ ഏരിയയിലെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സോവിയറ്റ് യൂണിയനിലെ പട്ടാളക്കാരാണെങ്കിലും മനുഷ്യരല്ലേ, അവർക്ക് അവിടെ ആ തണുപ്പത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവർ വെറും സിറ്റിംഗ് ഡക്കുകളായിട്ട് മാറി. സിറ്റിംഗ് ഡക്കുകൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, പാടത്തൊക്കെ പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ കൊക്കുകൾ വന്നിരിക്കും മീൻ പിടിക്കാനായിട്ട്, അതേപോലെ ഇരുന്ന് കൊടുത്തു. ഇവർ വന്ന് കൊന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് അവസാനം സോവിയറ്റ് യൂണിയൻ തോറ്റ് പിന്മാറി അഫ്ഗാനിസ്ഥാനിൽ നിന്നും. അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ജോലിയില്ലാണ്ടായി, ഈ തീവ്രവാദികൾക്ക് ആർക്കും ജോലിയില്ലാണ്ടായി. അവർ പാകിസ്ഥാനികളെ ഉപദ്രവിക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് കാശ് വേണം, അത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ തന്നെ അമേരിക്ക അഡ്വൈസ് ചെയ്ത് കൊടുത്തു പാകിസ്ഥാനികൾക്ക് പൊതുവെ ബോധമില്ലല്ലോ, ഈ നശീകരണ പ്രവർത്തനം ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ അവർക്ക്. അപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, കാശ്മീരിൽ വലിയ പ്രശ്നമാണല്ലോ, കാശ്മീരിൽ സമാധാനം ഉണ്ടാക്കാൻ സമ്മതിക്കരുത്, നിങ്ങൾ അവരെ അവിടേക്ക് പറഞ്ഞുകൂടെ ആയുധം കൊടുത്തത്. അങ്ങനെയാണ് ഈ പണ്ടാരം ലഷ്കർ ഇ തയ്യബേനെയും ജയ്ഷെ മുഹമ്മദിനെ ഹർക്കത്തുൽ മുജാഹിദിനെയും ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിനെ എല്ലാം കൂടിക്കൊണ്ട് കാശ്മീരിലെ തലയെ കൊണ്ടിട്ടത്. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല, കാശ്മീരി ഉള്ള കാശ്മീരി പണ്ഡിറ്റുകളെ മുഴുവൻ കൊല്ലുക, കാണുന്ന കാശ്മീരി പണ്ഡിറ്റുകളെ മുഴുവൻ കൊല്ലുക. കുറേ പേര് ഓടിച്ചു വിട്ടു. അവരവിടെ ഇരുന്നുകൊണ്ട് ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതാണ് അവരുടെ പശ്ചാത്തലം. അപ്പോൾ അവർക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റൂല. യുദ്ധം ചെയ്യാൻ ഒന്നും കിട്ടില്ലെങ്കിൽ പാകിസ്ഥാനെ കൊല്ലുവരും. മനസ്സിലായില്ല, അവർ ആ മെൻ്റൽ ബ്ലോക്കിലാണ് അവർ വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഇസ്രായേലിനെ അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് ഈ പാകിസ്ഥാൻ തന്നെയാണ് വലിയ നേട്ടം ഉണ്ടാവണേ. ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ ഇഷ്ടംപോലെ സഹായമെല്ലാം കിട്ടും. ഒന്നും ഇല്ല പാകിസ്ഥാനിലെ, വളരെ ദരിദ്ര രാജ്യമായി. ഈ പറയുന്ന കുറച്ച് പഞ്ചാബി മുസ്ലിംസ് ഉണ്ട് അവിടെ. അതായത് പഞ്ചാബ് വിഭജിച്ചുള്ളൂ, പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് മാറ്റിയപ്പോൾ വെസ്റ്റ് പഞ്ചാബും ഈസ്റ്റ് പഞ്ചാബാണ് നമ്മുടെ. വെസ്റ്റ് പഞ്ചാബിനകത്തുള്ളവരാണ് പഞ്ചാബി മുസ്ലിംസ് എന്ന് പറയുന്നത്. അവർ വളരെ അഗ്രസീവാണ്, വളരെ അഗ്രസീവും അറഗൻ്റാണ്. അവരാണ് പാകിസ്ഥാൻ പട്ടാളം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ പാകിസ്ഥാനി ഭരണാധികാരികൾക്ക് ഈ പഞ്ചാബികളെ കൊണ്ട് വലിയ പേടിയാണ് അവർക്ക്. ഇപ്പം സുൽഫിക്കർ അലി ഭൂട്ടോ സിന്ധിയാണ്. അയാളെ കൊന്നതാരാ? മറ്റേ പർവീസ്, അതിനു മുമ്പ് എന്താണ് സിയാഉള്ളൊക്കെ, ജനറൽ സിയാഉള്ളൊക്കെ, അയാൾ പഞ്ചാബി.
അപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്തതെന്ന് ചെയ്താൽ അവർ രാഷ്ട്രത്തലവൻ അന്നൊന്നും നോക്കില്ല, അവർ കൊല്ലും അവർ. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന ആ പ്രശ്നമാണ്. ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ലഷ്കർ എ തൈബയുടെ അനുമതിയില്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഹഫീസ് സയ്യിദ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിരാമൻ അവിടെ ഉണ്ട്. അയാളാണ് അന്ന് ബോംബെ തീവ്രവാദ ആക്രമണം ഇത് ചെയ്തത്. അയാളവിടെ രാജകീയമായിട്ട് ജീവിക്കുകയാണ്. പാകിസ്ഥാൻകാർക്ക് പേടിയാണ് പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക്. അയാളെ ഹർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഇവരെയൊക്കെ കൊല്ലും. എന്ത് സെക്യൂരിറ്റി ഉണ്ടെങ്കിലും ഇവർ പോയി കൊല്ലും. കാരണം പാകിസ്ഥാൻ പട്ടാളത്തിൽ മുഴുവനും തന്ത്രപ്രധാനമായ പൊസിഷൻസിലെല്ലാം ഇവരുടെ ആൾക്കാരാണ് ഇരിക്കുന്നത്. LETയുടെയും പിന്നെ JM-ൻ്റെ ഒക്കെ ആൾക്കാരാണ് ഇരിക്കുന്നത്. ഇവരെ കൂടാണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അവർക്ക്. അപ്പോൾ ഈ പണ്ട് പാകിസ്ഥാൻ്റെ ഒരു രഹസ്യ സംഘടനയുണ്ട്, ഈ ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ISI. അതിൽ മുഴുവനും ഈ LETക്കാരും JEM-ഉം HUM-ൻ്റെ ആൾക്കാരാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പാകിസ്ഥാന്? ജെയിംസ് ഐക്കനാണ് ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞൊരു കുഞ്ഞിരാമൻ അവിടെ കയറിയിരിക്കുന്നത്. അയാൾക്കാണ് ഒരു വിവരമില്ല അയാൾക്ക്. ഈ എന്താ പറയുക, ഇന്ത്യക്ക് എതിരായിട്ട് 4 വർത്തമാനം പറയാനല്ലാതെ അയാൾക്ക് വേറെ ഒരു കാര്യം അയാൾക്ക് അറിയാൻ പാടില്ല അയാൾക്ക്.